ദൈവനാമത്തിന് മാറ്റമുണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് സെലോഫഹാദിന്റെ പുത്രിമാരെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഈ സെലോഫഹാദിന് 5 പുത്രിമാര് ഉണ്ടായിരുന്നു. 5 പുത്രിമാർക്കും വ്യത്യസ്തമായ പേരുകൾക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളും ഉണ്ടായിരുന്നു. പേരുകൾ ഇങ്ങനെയാണ്: മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നീ പേരുകളാണ്. അതെ, ഈ പേരുകളുടെ അർത്ഥതലങ്ങൾ ഒരു പെൺകുട്ടിക്ക് തന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് എത്തുവാൻ സഹായിക്കുന്ന ചില ഗുണങ്ങൾ ആണ്. ഈ സെലോഫഹാദിന്റെ 5 പുത്രിമാരും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ, ചേർന്ന് പോരാടിയപ്പോൾ അവർ ആഗ്രഹിച്ച തലങ്ങളിൽ ഒരു പുതിയ നിയമത്തെ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചു. അതെ, ഏതൊരു പെൺകുട്ടിയും ഈ 5 ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു എങ്കിൽ താൻ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതെ, നാം ഓരോ പേരിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ബലഹീനതകളിൽ ബലമുള്ള കരങ്ങളിൽ ആശ്രയിക്കുക. ബലഹീനതകളിൽ ബലമുള്ള കരങ്ങളിൽ നാം ആശ്രയിക്കുക. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തില് സെലോഫഹാദ് എന്ന ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകം സാക്ഷീകരിക്കുന്നുണ്ട്. അതെ, ഈ സെലോഫഹാദ് എന്ന് പറയുന്ന വ്യക്തി യോസേഫിന്റെ ചെറുമക്കളിൽ ഒരാൾ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മരുഭൂ പ്രയാണത്തിൽ വെച്ച് തന്റേതായ പാപത്താൽ ഇദ്ദേഹം മരിച്ചു എന്നാണ്. ഇങ്ങനെ വേദപുസ്തകം പറയുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്റേതല്ലാത്ത പാപത്താൽ മരിച്ചവരും ഉണ്ടായിരുന്നു. അതേ, ദൈവം മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞവർ ഉണ്ടായിരുന്നു. അതേ, കോരഹും കൂട്ടരും ദൈവത്തിനെതിരെ മുറിവുറുത്തപ്പോൾ, ദൈവത്തിനെതിരെ സംസാരിച്ചപ്പോൾ അവർ കനാൻ ദേശത്തിൽ എത്തുന്നതിന് മുൻപേ ദൈവം അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. ഈ സെലോഫഹാദ് ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ 5 പുത്രിമാരെ ഈ ലോകത്തിന് നൽകിയിട്ടാണ് പോയത്. അല്ലെങ്കിൽ അദ്ദേഹം 5 പുത്രിമാരെ ഈ ലോകത്തിൽ ബാക്കി വെച്ചിട്ടാണ് ഈ ലോകം വിട്ട് കടന്നു പോയത്. ഈ 5 പുത്രിമാരെ കുറിച്ച് പറയുമ്പോൾ ഒരു പുത്രി പോലും ഒരു ഇസ്രായേൽ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ, യഹൂദ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം ആയിരുന്നില്ല. എന്തിനേറെ പറയുന്നു, മിസ്രൈമിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഫറവോൻ അവിടെ ക്ഷിപ്രയോടും പൂവയോടും പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ മാത്രം കൊന്നുകളയുക, പെൺകുട്ടികളെ വളർത്താനായിട്ട് കൊടുക്കുക. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പെൺകുഞ്ഞുങ്ങളെ ബലഹീന പാത്രങ്ങളായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ അന്നത്തെ സമൂഹം കണ്ടിരുന്നത് എന്നതാണ്. അപ്പോഴാണ് ഈ 5 പെൺകുട്ടികളെ അനാഥരാക്കി സെലോഫഹാദ് എന്ന മനുഷ്യൻ ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്. ഈ പെൺകുട്ടികൾ എന്തു ചെയ്തു എന്നാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതേ, മോശയും കൂട്ടരും കനാൻ ദേശത്തിൽ എത്തിച്ചേരുന്നതിന് മുന്നോടിയായിട്ട് കനാനെ ഭാഗം വയ്ക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഭാഗം വയ്ക്കുന്ന സമയത്ത് സെലോഫഹാദിന്റെ പുത്രിമാർക്ക് മനസ്സിലാവുകയാണ് തങ്ങളുടെ അപ്പന് ആൺകുഞ്ഞ് ഇല്ലാത്തതുകൊണ്ട് തങ്ങൾക്ക് അപ്പന്റെ സ്വത്ത് ലഭിക്കുകയില്ല, നേരെ മറിച്ച് അപ്പന്റെ സഹോദരന്മാർക്കായിരിക്കും അപ്പന്റെ സ്വത്ത് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികള് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായിരുന്ന നേതാവായിരുന്ന മോശയുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ഏറ്റവും ബഹുമാനിക്കപ്പെട്ട എലയാസർ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ഏറ്റവും ശക്തിയുള്ള പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് തങ്ങളുടെ ആവശ്യത്തെ അവിടെ അവരുടെ മുൻപിൽ വെക്കുകയാണ് ചെയ്തത്. അതേ, മക്കളെയും തന്റെ സഹോദരിമാരും ചേർന്ന് മോശയുടെ അടുക്കൽ കടന്നുപോയതിനു ശേഷം തങ്ങളുടെ അവസ്ഥയെ കുറിച്ച് അവർ പറയുകയാണ് ചെയ്തത്. അല്പം കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മക്കള എന്ന വാക്കിന്റെ അർത്ഥം ടു ബി വീക്ക്, ബലഹീനയായി ജീവിക്കുന്ന എന്നൊക്കെ അർത്ഥമാണ്. അതേ, ഈ ബലഹീന എന്നുള്ള പേര് ഈ മക്കളയ്ക്ക് ലോകം നൽകിയ പേരാണ്. പക്ഷേ തന്റെ ബലഹീന അവസ്ഥയിൽ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി അവൾ ജീവിക്കുകയും ആ ബലഹീനതയെ അവൾ മറികടക്കുകയും ചെയ്തു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, ഈ ബലഹീനതയെ അവൾ മറികടക്കുകയും അവൾ ആഗ്രഹിച്ച തലങ്ങളിൽ ഒരു പുതിയ നിയമത്തെ സൃഷ്ടിക്കുവാനായിട്ട് അവൾ സംസാരിക്കുകയും
മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതേ, തന്റെ ചുറ്റുമുള്ളവർ തന്നെ ബലഹീനത ഉള്ളവർ എന്ന് പറഞ്ഞപ്പോൾ, തന്റെ ചുറ്റുമുള്ളവർ തന്നെ ബലഹീന എന്ന രീതിയിൽ എണ്ണിയപ്പോൾ, ഈ മക്കളെയും തന്റെ സഹോദരിമാരും ചേർന്ന് അനേകം ഇസ്രായേലിലെ ബലവാന്മാർക്ക് സാധിക്കാത്ത ഒരു നിയമത്തെ അവർ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്, പുനഃസൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത്. അതേ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ബലഹീനന്മാരാണ്. പക്ഷേ ആ ബലഹീനതയിൽ നമ്മൾ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിക്കുക എന്നത് ആണ്. ഈ കഴിഞ്ഞ വിമൻസ് വേൾഡ് കപ്പില് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുന്നു. ആ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ജെമിമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു 24-25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കണ്ടാൽ ബലഹീനയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതേ, അവള് 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുവാനായിട്ട് വേണ്ടി അവർ ഓസ്ട്രേലിയക്കെതിരെ ഏകദേശം 50 ഓവർ പിടിച്ച് നിൽക്കുകയാണ്. അവസാനത്തെ ഓവറുകളിലാണ് ഇന്ത്യ വിജയിക്കുന്നത്. അവള് ഈ ഒരു വിജയത്തിന് ശേഷം വൈകാരിക നിരന്തരമായിട്ട് അവൾ സംസാരിക്കുകയാണ്. അതേ, വളരെ സന്തോഷത്തോടുകൂടെ അവൾ ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ആയിരിക്കുകയാണ്. ആ സമയം അവളെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിക്കുകയാണ്, നിനക്ക് ഇതിന് എങ്ങനെ സാധിച്ചു? അപ്പോഴവൾ പറഞ്ഞു, ഈ ഇന്നിങ്സ് ഒറ്റയ്ക്കല്ല ഞാൻ മുന്നിലോട്ട് കൊണ്ടുപോയത്, എന്നോടൊപ്പം സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതേ, ഈ ത്രൂ ഔട്ട് ദ ഇന്നിങ്സിലുടനീളം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് വിജയിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ വീണ്ടും ഈ ചോദ്യകർത്താവ് ചോദ്യം കൂടി ചോദിക്കുകയാണ്, എന്താണ് ഇടയ്ക്കൊക്കെ പിറുപിറുക്കുന്നത് കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് സ്വയമായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ, എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ വെറുതെ സംസാരിക്കുകയല്ലായിരുന്നു, ബൈബിളിലെ ഒരു വചനം ഞാൻ ഉച്ചരിക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകം 14-ാമത്തെ വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ നിശബ്ദരായിരിക്കും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ നിശബ്ദരായിരിക്കും. കാഴ്ചയിൽ ബലഹീനയായ ഈ പെൺകുട്ടി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനം ഉദ്ധരിച്ച് അവൻ വിജയം നേടിയെടുത്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്. കാലം പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തില് പലപ്പോഴും വിശ്വാസങ്ങൾ കോമഡികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതേ, നമ്മൾ ബലഹീനരാണ്. നമ്മുടെ കഴിവുകൾക്ക് പരിമിതികൾ ഉണ്ട്. മനുഷ്യരുടെ കഴിവുകൾ മാത്രം ആശ്രയിച്ച് മാത്രമേ നമുക്ക് മുന്നിലോട്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ചിന്താഗതിയിലായിരിക്കുന്നവരാണ് പലരും. എന്നാൽ ഈ പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ്. പൗലോസിന്റെ ലേഖനത്തില് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുപോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാമൊക്കെ ബലഹീന പാത്രങ്ങൾ ആയിരിക്കാം, എന്നാൽ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിച്ച് ബലവാന്മാരായി തീരുവാൻ നമുക്ക് സാധിക്കും. അതേ, മക്കള എന്ന പെൺകുട്ടിയും തന്റെ സഹോദരിമാരും നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ്. ലോകം എന്ന ബലഹീന എന്ന് വിളിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിയെ പുതുക്കി ഒരു പുതിയ നിയമം സൃഷ്ടിക്കുവാനായിട്ട് തങ്ങൾക്ക് സാധിക്കും എന്നാണ്. നമ്മുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ബലഹീനരാണെന്നൊരു വിചാരം അവർക്ക് ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക, ബലപ്പെടുക. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്രമമില്ലാതെ പരിശ്രമിക്കുക എന്നതാണ്. വിശ്രമമില്ലാതെ നാം പരിശ്രമിക്കുക. അത് നോവയും തന്റെ സഹോദരിമാരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എറിയപ്പെടുകയാണ്. അത് വിശ്രമമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. അവരുടെ ഈ വിശ്രമമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത് അവർ ഹൃദയത്തിൽ പലവിധങ്ങളായ ചിന്താഗതികൾ ഉയർന്നു വന്നിരിക്കാം. അവര് തന്നോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കാം. കനാലിൽ എത്തുമ്പോൾ നമുക്ക് ജീവിക്കുവാനായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥ, ആശ്രയിക്കുവാനായിട്ട് അപ്പനില്ലാത്ത അവസ്ഥ, കനാലിലെത്തുമ്പോൾ നമ്മുടെ ജീവിതം എന്തായിത്തീരും എന്നവർ ചിന്തിക്കുകയാണ്. എന്നാൽ ചുരുക്കം ചില നിമിഷങ്ങൾ മാത്രമേ അവർ ചിന്തിച്ച് അവിടെ ഇരുന്നുള്ളൂ. അതിനുശേഷം അവർ വിശ്രമമില്ലാതെ പരിശ്രമിക്കുകയാണ്. ദൈവം തങ്ങൾക്ക് നൽകിയ ആലോചനയെ അവർ വിശ്രമമില്ലാതെ പരിശ്രമിച്ച് അതിനെ പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവന്ന് ഒരു പുതിയ നിയമം സൃഷ്ടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്.
അതേ, അവർക്ക് അറിയാമായിരുന്നു ഇന്നും കൂടെ നമ്മൾ വിശ്രമിച്ചാൽ നാളത്തേത് കനാനിൽ പോയാൽ ഞങ്ങളൊരു റെഫ്യൂജിയായി മാറ്റപ്പെടും, അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഇന്നിൽ വിശ്രമമില്ലാതെ നാളേക്ക് വേണ്ടി അവർ പോരാടുകയാണ് ചെയ്തത്. അത് ദൈവം നൽകിയ അവസരത്തെ അവർ വിശ്രമമില്ലാതെ പോരാടിയതുകൊണ്ട് അത് പിന്നത്തേത് വിശ്രമിച്ചത് യോർദാന്റെ കരകളിൽ ആയിരുന്നു. എന്തുകൊണ്ട് യോർദാന്റെ കരകളിൽ വിശ്രമിച്ചു എന്ന് ചോദിച്ചാൽ സംഖ്യാപുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ സെലോഫഹാദിന്റെ 5 പെൺമക്കൾക്ക് ലഭിച്ചത് യോർദാന്റെ നദീതീരങ്ങള് ആയിരുന്നു ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. അതേ, വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് ജീവിക്കുവാനായിട്ട് വിശ്രമിക്കുവാനായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് നൽകുകയാണ് ചെയ്തത്. അതേ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തില് എന്താണ് യഥാർത്ഥ വിശ്രമമെന്ന് കർത്താവായ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥ വിശ്രമം? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുത്ത് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് യേശു കർത്താവ് ലോകത്തോട് പറഞ്ഞത്. അതെ, വിശ്രമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ്ലെസ് ആക്ഷന് ശേഷം, വിശ്രമമില്ലാത്ത കഠിനാധ്വാനത്തിന് ശേഷം നാം ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ആയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതേ, ഇന്നുകളിൽ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നാളുകളിൽ നമുക്ക് വിശ്രമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നുകളിൽ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നാളുകളിൽ നമുക്ക് വിശ്രമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേ, നോവ എന്ന വാക്കിന്റെ അർത്ഥം വിശ്രമം എന്നാണ്. തന്റെ ജീവിതത്തിൽ വിശ്രമത്തിന് പുതിയൊരു അർത്ഥതലം നേടിക്കൊടുത്തതായിരുന്നു ഈ നോവ എന്ന 2ാമത്തെ പെൺകുട്ടി. അവളുടെ ജീവിതത്തില് അവളും അവളുടെ സഹോദരിമാരും ചേർന്ന് വിശ്രമമില്ലാതെ ദൈവസന്നിധിയിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ നിയമം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. അതേ, 3ാമത്തെ ചിന്ത, പാരമ്പര്യങ്ങളിലും ചുറ്റുപാടുകളിലും നട്ടം തിരിയാതിരിക്കുക. പാരമ്പര്യങ്ങളിലും ചുറ്റുപാടുകളിലും നട്ടം തിരിയാതെ ഇരിക്കുക. ഹൊഗ്ല എന്നതാണ് സെലോഫഹാദിന്റെ 3ാമത്തെ പുത്രിയുടെ പേരായിട്ട് അഭിനയിക്കപ്പെട്ടിരിക്കുന്നത്. ഹൊഗ്ല എന്ന വാക്കിന്റെ അർത്ഥം പാട്രിച്ച് എന്നാണ്. പാട്രിച്ച് എന്നത് ഒരു പക്ഷിയുടെ പേരാണ്. ഈ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പക്ഷി എപ്പോഴും സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. ചുറ്റുപാടുകളിലും അതുപോലെ തന്നെ അതായിരിക്കുന്ന തലങ്ങളിലും അത് ചുറ്റിത്തിരിയാതെ അതെപ്പോഴും നേർരേഖയിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ആണ്. മറ്റുള്ള പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ള പക്ഷികൾ തങ്ങൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴും ഈ പക്ഷി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നേരെയിൽ സഞ്ചരിക്കുകയാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഈ സെലോഫഹാദിന്റെ പെൺമക്കൾ ചെയ്ത കാര്യവും ഇത് തന്നെയായിരുന്നു. അതേ, പാരമ്പര്യമായിട്ടുള്ള ഒരു നിയമം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അപ്പൻ ആൺമക്കളില്ല എങ്കിൽ ആ സ്വത്ത് അപ്പന്റെ സഹോദരന്മാർക്ക് പോകും. ആ ഒരു സംഭവത്തിൽ, ആ ഒരു പരമ്പരാഗത വിശ്വാസത്തിൽ അവര് ചുറ്റിത്തിരിഞ്ഞ് നടക്കാതെ പുതിയ തലത്തിൽ നിന്ന് ചിന്തിക്കുകയും ഭാവിയെ കുറിച്ച് അവർ ചിന്തിക്കുകയും അവർ ആ തലങ്ങളിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തത്. അതേ, ഈ ഹൊഗ്ല എന്ന പെൺകുട്ടിയും സഹോദരിമാരും നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്നത് നമുക്ക് പെൺകുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തില് പെൺകുട്ടികളെ കുറിച്ചൊക്കെ പല സ്റ്റീരിയോടൈപ്പ് വിശ്വാസങ്ങൾ ഉണ്ട്. പഠന മേഖലയിലാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് നേഴ്സിംഗ് അല്ലെങ്കിൽ ടീച്ചിങ്, അതിനപ്പുറമായിട്ട് പോയാൽ ഡോക്ടർ, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സമൂഹം ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനപ്പുറമായിട്ട് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കണം. ഈ ഹൊഗ്ലയും മറ്റ് സഹോദരിമാരും ചെളിവെള്ളം പോലെ കെട്ടിക്കിടക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല. അവർ പുഴ പോലെ ഒഴുകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അതേ, 3ാമനായി ഹൊഗ്ല എന്ന പെൺകുട്ടി അവളുടെ പേരിന്റെ അർത്ഥം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത് പാരമ്പര്യ വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മാത്രം ചുറ്റിത്തിരിഞ്ഞ് ചിന്തിക്കാതെ ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് ഒരു പാട്രിച്ച് പക്ഷിയെ പോലെ പറന്നുയരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 4ാമത്തെ ചിന്ത എന്ന് പറയുന്നത് BAQ, ഒരു റാണിയെ പോലെ ആയിത്തീരുക. ഒരു റാണിയെ പോലെ ചിന്തിക്കുക, ഒരു റാണിയെ പോലെ പ്രവർത്തിക്കുക, ഒരു റാണിയെ പോലെ സംസാരിക്കുക. സെലോഫഹാദിന്റെ 4ാമത്തെ പുത്രിയുടെ പേര് എന്ന് പറയുന്നത് മിൽക്ക എന്നാണ്. മിൽക്ക എന്ന വാക്കിന്റെ അർത്ഥം എ ക്യൂൻ ഓർ എ കൗൺസിൽ എന്നൊക്കെ ആണ്. ഒരു
റാണി. നമ്മൾ ഈ ടി വിയിൽ കാണുന്ന അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ വായിച്ച സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവര് അല്ല, എല്ലാ റാണിമാരുമല്ല. പ്രത്യേകിച്ച് റാണിമാരെ കുറിച്ച് പറയുന്നത് അവർ ആത്മാർത്ഥ ജീവിതം നയിക്കുന്നവരാണ്. അവര് അവരുടെ വസ്ത്രത്തിന്റെ പേരിലും ചെരുപ്പിന്റെ പേരിലും മറ്റുമൊക്കെ അറിയപ്പെടുന്നവര് ആണ് എന്നാണ്. പക്ഷേ യഥാർത്ഥ റാണി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവര് ആയിരുന്നു. ഇവിടെ മിൽക്കയും തന്റെ സഹോദരിമാരും ചേർന്ന് അവർ സ്ഥാപിച്ചെടുത്തത് ഒരു പുതിയ നിയമം ആയിരുന്നു. ഇന്നലെ വരെ ഇസ്രായേലില് അപ്പന് ആൺമക്കളില്ലാതെ അപ്പൻ മരിച്ചാൽ പെൺകുട്ടികൾക്ക് സ്വത്ത് ലഭിക്കില്ല എങ്കിൽ നാളെ മുതൽ ഒരു പുതിയൊരു നിയമം സ്ഥാപിക്കുകയാണ്. ഈ 5 പെൺകുട്ടികളുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ നിയമം ഒരു മാറ്റം വരുത്തിയത്. അന്ന് മുതൽ ജനിച്ച പെൺകുട്ടികളുടെ എല്ലാം ജീവിതത്തില് അവർക്ക് സ്വത്തവകാശം ലഭിക്കുകയാണ് ചെയ്തത്. അതേ, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും അവരുടെ ജീവിതങ്ങളിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ബി ലൈക്ക് ക്യൂൻ, ഒരു റാണിയെ പോലെ ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക. 1901 ഡോണാവൂരിന്റെ ഒരു തെരുവിലൂടെ പ്രീന എന്ന പെൺകുട്ടി ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഓടിക്കിടച്ച് പോവുകയാണ്. അവിടെ കണ്ണീരും കരച്ചിലും എല്ലാം ചുറ്റുപാടുള്ള എല്ലാ ഭവനത്തിലുള്ളവരും കേൾക്കുന്നുവെങ്കിലും ആരും തന്നെ അത് ചെവിക്കൊള്ളുന്നില്ല. എല്ലാവരും അവരുടെ മുമ്പിൽ കഥകളെ കൊത്തിയടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുകയാണ്. ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, ആ കഥകളൊന്നും വിട്ടു നോക്ക്, ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടുവാനായിട്ട് സാധ്യത ഉണ്ട്. അങ്ങനെ അവൾ കണ്ട ആ കഥകളിലേക്ക് ഓടി അടുക്കുകയാണ്. ആ കഥകൾ ഒട്ടുന്ന സമയത്ത് ഒരു വിദേശിയായ ഒരു പെൺകുട്ടി ആ ഭവനത്തിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ പെൺകുട്ടി ഇവളോട് സംസാരിക്കുകയാണ്. പ്രീന തന്റെ അവസ്ഥ പറയുകയാണ്. താനൊരു ദേവദാസിയാണ്. ചൂഷണം കാരണം, ലൈംഗികപരമായ ചൂഷണം കാരണം, ശാരീരികമായിട്ടുള്ള ഉപദ്രവം കാരണം അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നെ പോലെ അനവധി പെൺകുട്ടികൾ ഇന്നും ആ തടവറയില് ആ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ ഉണ്ട്. അവരെയൊക്കെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അവൾ വാവിട്ട് കരയുകയാണ്. വിദേശിയായ പെൺകുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ഒരു നിമിഷം കുടുങ്ങുമെങ്കിലും പിന്നത്തേതില് അവള് പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. ഒരു റാണിയെ പോലെ അവൾ ചിന്തിക്കുകയും ഒരു റാണിയെ പോലെ അവൾ സംസാരിക്കുകയും റാണിയെ പോലെ അവള് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ദേവദാസ സമ്പ്രദായം എന്ന് പറയുന്ന ദുഷിഞ്ഞ ആ ആചാരത്തെ അവൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവള് ഡോണാവൂർ ഫെലോഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു സംഘടന വളർത്തിക്കൊണ്ട് വരികയും അനേകം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരാശ്രയമായി മാറുകയും ചെയ്യുകയാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് എമി കാർമൈക്കിൾ. അതേ, ലോകത്തിന്റെ നെറുകയിൽ എന്റെ പേര് എത്തിച്ച എമി കാർമൈക്കിൾ എന്ന മിഷണറി. അതേ, അവർ പറയുന്ന വേദപുസ്തക വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിൻ എന്ന വേദപുസ്തക വാക്യം ഉച്ചരിക്കുന്നു. അതിനോടൊപ്പം അവര് പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. സ്നേഹം കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് അവര് പറഞ്ഞത്. അതേ, അവർ തന്റെ വാക്കിലൂടെയും തന്റെ പ്രവൃത്തിയിലൂടെയും തന്റെ ചിന്തയിലൂടെയും ഒരു റാണിയായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ അനേകം പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിക്കുകയാണ് ചെയ്തത്. അതേ, മിൽക്കയും തന്റെ സഹോദരിമാരും ചേർന്ന് ഒരു പുതിയ നിയമം സൃഷ്ടിച്ചപ്പോൾ അതേ, അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു റാണിയെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. 5ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആയിത്തീരുക. ദൈവത്തിന് നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവർ ആയിത്തീരുക എന്നതാണ്. സെലോഫഹാദിന്റെ 5ാമത്തെ പുത്രിയുടെ പേര് തിർസ എന്നാണ്. തിർസ. അതേ, തിർസ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് പ്രിയപ്പെട്ടവർ എന്നാണ് തിർസ എന്ന വാക്കിന്റെ അർത്ഥം. എങ്ങനെ ഇവർ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആയിത്തീർന്നു? മോശയുടെ മുൻപിൽ തിർസയും തന്റെ സഹോദരിമാരും എത്തുന്ന സമയത്ത് മോശയോട് സംസാരിക്കുകയാണ്. അല്ലയോ മോശയെ, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അവകാശം, പുതിയ നിയമം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. മോശ ഇതിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ്. മോശ ഒരിക്കലും പറയുന്നില്ല ഇത് പാരമ്പര്യമായിട്ടുള്ള വിശ്വാസമാണ്, ഇന്നലെ വരെ നമ്മൾ അനുസരിച്ച വിശ്വാസമാണ്, നിങ്ങളുടെ പേര് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ അവിടെ നാട്ടിപ്പായിരിക്കുന്നില്ല. നേരെ മറിച്ച് മോശ ഇത് ഗൗരവപൂർവ്വമായിട്ട് സ്വീകരിക്കുകയും ദൈവ
ആലോചന ചോദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ഒരു പെൺകുഞ്ഞ് ഒരു അഭിപ്രായം ഭവനത്തിന്റെ ഉള്ളിൽ പറയുമ്പോൾ, സഭയുടെ ഉള്ളിൽ പറയുമ്പോൾ, സമൂഹത്തിൽ പറയുമ്പോൾ നമ്മൾ അവരെ മാറ്റി നിർത്താറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നാണ് മോശ കാണിക്കുന്നത്. മോശ ദൈവസന്നിധിയിൽ പോയി ആലോചന ചോദിക്കുന്ന സമയത്ത് ദൈവം നൽകുന്ന ഉത്തരം എങ്ങനെയാണ്? ആ പെൺകുഞ്ഞുങ്ങൾ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. സകലത്തിന്റെയും ന്യായാധിപതിയായ ശരിയെയും തെറ്റിനെയും നിശ്ചയിക്കുന്ന ദൈവം പറയുകയാണ് അത് ശരി തന്നെ ആണ് എന്ന് പറയുകയാണ്. ഒരു പുതിയ നിയമം അവർക്ക് വേണ്ടി ദൈവം നൽകുകയാണ് ചെയ്തത്. അങ്ങനെ പുതിയ നിയമം അവർക്ക് വേണ്ടി ദൈവം നൽകുമ്പോൾ ദൈവം ഈ പെൺകുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായി മാറുകയാണ്. ഈ പെൺകുട്ടികൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുകയാണ്. ന്യായത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കിയ, ന്യായത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഈ പെൺകുഞ്ഞുങ്ങൾ നിലനിന്നപ്പോൾ ഈ പെൺകുഞ്ഞുങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുകയാണ് ചെയ്തത്. ഇസ്രായേലിനും പിന്നത്തിലും പ്രിയപ്പെട്ടവരായി തീർന്നിരിക്കാം. ഇസ്രായേലിലെ പെൺകുട്ടികളുടെ മധ്യത്തില് നായികമാരായി മാറിയിരിക്കാം. അതേ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് പ്രിയപ്പെട്ടവരായാണ് നാം ഓരോരുത്തരും മാറേണ്ടത്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കാണുന്നവർക്കാണ് നമ്മൾ പ്രിയപ്പെട്ടവരായി മാറുവാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പഴയ നിയമങ്ങളെ മാറ്റിക്കളയുകയും പുതിയ നിയമങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും എന്നാണ്. അതേ നമ്മുടെ ജീവിതത്തില് ആണാകട്ടെ പെണ്ണാകട്ടെ ഈ 5 ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടെങ്കിൽ, 5 ഗുണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 5 പെൺകുട്ടികളും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിച്ചത്. അതേ ഈ 5 ഗുണങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമേ നാം ആയിരിക്കുന്ന തലങ്ങളിൽ, നാം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബലമുള്ള കരകളിൽ ആശ്രയിക്കുക എന്നതാണ്. അതേ മക്കളെ പോലെ. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസമില്ലാതെ പരിശ്രമിക്കുക എന്നതാണ്. നോവയെ പോലെ പാരമ്പര്യങ്ങളിലും ചുറ്റുപാടുകളിലും വട്ടം തിരിയാതെ ഇരിക്കുക. ഹൊഗ്ലയെ പോലെ ഒരു റാണിയെ പോലെ സംസാരിക്കുക, റാണിയെ പോലെ ചിന്തിക്കുക, റാണിയെ പോലെ പ്രവർത്തിക്കുക. മിൽക്കയെ പോലെ അതേ ദൈവത്തിന് പ്രിയപ്പെട്ടവളായി മാറുക. ദൈവത്തിന് പ്രിയപ്പെട്ടവളായി നാം മാറുക. തീർച്ചയെ പോലെ അതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കും നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്കും ലക്ഷ്യപൂർത്തീകരണത്തിൽ എത്തിച്ചേരുവാൻ ഈ ഗുണങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആമേൻ.